നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാലും ടയേർഡ് ആവുന്ന ബ്ലോട്ടഡ് ആവുന്നതെന്നും? സത്യാവസ്ഥ ഇതാണ്. നിങ്ങൾ ഹെൽത്തിയായി കഴിക്കുന്നുണ്ടാവും, പക്ഷേ നിങ്ങളുടെ മീൽസ് ബാലൻസ്ഡ് അല്ല. നമ്മുടെ ബോഡി ഒരു കാർ എഞ്ചിനായിട്ട് വിചാരിക്കാം. അതിന് നമ്മൾ മീലായിട്ട് സാലഡ്സ് അല്ലെങ്കിൽ വെറും നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് ലൈക്ക് പ്രോട്ടീൻസ് അത് മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ അതെന്താവും? കറക്റ്റായിട്ട് വർക്ക് ആവില്ല. സെയിം അതിന് ബാലൻസ്ഡ് മീലാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് വർക്ക്സ് വെൽ. അതിന് കറക്റ്റായിട്ടുള്ള ഫ്യൂവൽ കിട്ടുന്നുണ്ട്, അപ്പോൾ കറക്റ്റായി വർക്കാവും. ബിക്കോസ് നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻസ് പവർ തരാനും അതേപോലെ ഫാറ്റ്സ് സ്മൂത്ത് ഫങ്ഷനിങ്ങിനും കാർബോഹൈഡ്രേറ്റ്സ് ഇൻസ്റ്റൻറ്റ് എനർജി തരാനും അത്യാവശ്യമാണ്. സോ ഇതിൽ ഏതും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. സോ ഇന്ന് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ക്ലയൻസിന് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന മീൽ പ്ലേറ്റ് ടിപ്പാണ് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഒരു പ്ലേറ്റ് എടുത്താൽ അതിൽ ക്വാർട്ടർ പോർഷൻ മാത്രമായിരിക്കണം നമ്മുടെ മെയിൻ ഫുഡ് ലൈക്ക് റൈസ്, ചപ്പാത്തി, റോട്ടീസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. പിന്നെ ക്വാർട്ടർ പോർഷൻ നമ്മൾ പ്രോട്ടീനായിട്ട് ഫില്ല് ചെയ്യണം ലൈക്ക് പൾസസ്, ദാൽസ്, അതേപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡ്സ്, പനീർ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അതേപോലെ ഹാഫ് യുവർ പ്ലേറ്റ് ഷുഡ് ബി, ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ, ഹാഫ് യുവർ പ്ലേറ്റ് ഷുഡ് ബി ഫിൽഡ് വിത്ത് യുവർ വെജിറ്റബിൾസ്. Send this to your friend who is still living on salads.